നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്തിൻ്റെ കേന്ദ്ര ഭരണാധികാരം RSS നിയന്ത്രിക്കുന്ന BJPയുടെ കയ്യിലേക്ക് എത്തി. അപ്പോൾ ആ BJP അവർ കേന്ദ്ര ഭരണാധികാരികളെന്ന നിലക്ക് ഭരണഘടനയും നമ്മുടെ രാജ്യത്തിൻ്റെ മൂല്യങ്ങളും സംരക്ഷിക്കാൻ ബാധ്യതയുള്ളവരാണെങ്കിലും അവർ RSS അജണ്ട ഏറ്റെടുക്കുന്നതാണ് പ്രധാന കർത്തവ്യമായി കണ്ടത്. അതിൻ്റെ ഫലമെന്താ? അതിൻ്റെ ഫലം ഭരണഘടന ഉയർത്തുന്ന മൂല്യങ്ങൾ ഓരോന്നായി തകർക്കുക, ഭരണഘടനയെ തന്നെ തകർക്കുക. ഈ ഒരു നിലപാട് രാജ്യത്ത് BJPയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് സ്വീകരിച്ചു വന്നു. ഇതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ ഈ കഴിഞ്ഞ 5 വർഷക്കാലത്തെ നമ്മുടെ അനുഭവത്തിലുണ്ട്. യഥാർത്ഥത്തിൽ ഈ 5 വർഷം മാത്രമല്ല, നമ്മുടെ രാജ്യത്ത് BJPയുടെ ഗവൺമെൻറ് ഇത്തവണ 2014 അധികാരത്തിലിരുന്നത്. മോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് 2014 അധികാരത്തിൽ വന്നതിന് ശേഷം ഇതാണ് നടപ്പിലാക്കിക്കൊണ്ടിരുന്നത്. ആ ലക്ഷ്യത്തോടെയാണ് കാര്യങ്ങൾ നീക്കിയത്. 2019 മോദിയുടെ ഗവൺമെൻറ്റിന് 2ാം ഊഴം കിട്ടുന്ന അവസരം വന്നപ്പോൾ പ്രത്യക്ഷത്തിൽ തന്നെ RSS അജണ്ട നടപ്പാക്കുന്ന നടപടികൾ സ്വീകരിച്ചു. അതിൻ്റെ ഭാഗമാണ് 2019 തന്നെ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ആദ്യ നാളുകളിൽ തന്നെ പൗരത്വ നിയമ ഭേദഗതി അംഗീകരിച്ചത്. പൗരത്വ നിയമ ഭേദഗതി എന്നത് കേവലമായ ഒരു നിയമമല്ല, നമ്മുടെ രാജ്യത്തെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായൊരു നിയമമാണ്. ഈ ലോകത്തെ പരിഷ്കൃത രാഷ്ട്രങ്ങളെല്ലാം അംഗീകരിച്ച് നടപ്പിലാക്കി വരുന്ന നടപടികൾക്കെതിരായ നിയമമാണ്. എല്ലാ രാഷ്ട്രങ്ങളും നമ്മുടെ അതത് രാഷ്ട്രങ്ങളിലെത്തുന്ന അഭയാർത്ഥികളുടെ നേരെ പക്ഷപാതപരമായ സമീപനം സ്വീകരിക്കാറില്ല. അഭയാർത്ഥികളെ ഒരേ നിലക്കാണ് കാണാറ്. മതപരമായ വേർതിരിവില്ല. പക്ഷേ നമ്മുടെ രാജ്യം അഭയാർത്ഥികളായി എത്തുന്നവരോട് ഈ നിയമം വഴി മതപരമായ വേർതിരിവ് കാണിക്കുകയാണ്. പൗരത്വം മതാടിസ്ഥാനത്തിൽ എന്നതാണ് ഈ നിയമത്തിൻ്റെ പ്രത്യേകത. അത് എല്ലാവർക്കും തുല്യത ഉറപ്പു നൽകുന്ന ഭരണഘടനയ്ക്ക് എതിരായ ഒന്നാണ്. ഇതുകൊണ്ടാണ് ഈ നിയമ ഭേദഗതിയെ ലോകത്തെ പ്രധാന രാഷ്ട്രങ്ങളെല്ലാം എതിർത്തത്. ആ എതിർത്തവരുടെ കൂട്ടത്തിൽ ഉള്ള ഒരു രാഷ്ട്രം അമേരിക്കയാണ്. അമേരിക്കയുടെ ഏറ്റവും അടുത്ത രാജ്യമായി നിൽക്കാനാണ് മോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ശ്രമിച്ചു വന്നിരുന്നത്. BJPയുടെ നയത്തിൻ്റെ ഭാഗമായി തന്നെ
അമേരിക്കയുടെ തന്ത്രപരമായ സഖ്യശക്തിയാക്കി ഇന്ത്യയെ മാറ്റുകയായിരുന്നു. അമേരിക്കക്ക് അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയെ അങ്ങനെ കിട്ടി എന്നത് വലിയ സന്തോഷം പകരുന്ന കാര്യമാണ്. എന്നിട്ടും ഈ നടപടി അംഗീകരിക്കാൻ അമേരിക്കക്ക് കഴിഞ്ഞില്ല. അവർ പറഞ്ഞു, ഇത് തീർത്തും അപലപനീയമാണ്. ഇങ്ങനെ ലോകരാഷ്ട്രങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ഈ നിലയാണ് സ്വീകരിച്ചു വന്നത്. രാജ്യത്ത് എല്ലാവരും അതിനെ എതിർത്തു. പക്ഷേ സാധാരണഗതിയിൽ എതിർക്കേണ്ട ഒരു കൂട്ടര് ഇതിനെതിരെ ഒന്നും പ്രതികരിക്കുന്നതായി നമ്മൾ കണ്ടില്ല. 2019 ഈ നിയമഭേദഗതി വന്നപ്പോൾ ഡൽഹി വലിയ പ്രക്ഷോഭത്തിൻ്റെ കേന്ദ്രമായി മാറി. അവിടെ ഇടതുപക്ഷ നേതാക്കൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ആ കൂട്ടത്തിൽ 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും ജനറൽ സെക്രട്ടറിമാരുണ്ടായി, സീതാറാം യെച്ചൂരിയും ഡി രാജയും. പ്രകാശ് കാരാട്ട്, വൃന്ദ കാരാട്ട്, ബിനോയ് വിശ്വം, അങ്ങനൊരു വലിയ നിര അറസ്റ്റ് ചെയ്യപ്പെട്ട കൂട്ടത്തിലുണ്ടായി. എന്നാൽ ഒരു കോൺഗ്രസ്സുകാരനെയും ആ വഴിക്ക് എവിടെയും കണ്ടില്ല. കോൺഗ്രസ് ആ പ്രതിഷേധത്തിൽ എവിടെയും ഉണ്ടായില്ല. തുടർന്ന് പ്രതിഷേധം ശക്തമായപ്പോൾ ആ പ്രതിഷേധത്തിന് നേരെ സംഘപരിവാർ ആക്രമണം അഴിച്ചുവിട്ടു. നമ്മുടെ ഇവിടുന്ന് പോയ ഇടതുപക്ഷ എംപിമാർ, അതേപോലെ ഇടതുപക്ഷ നേതാക്കൾ എല്ലാം അത്തരം സ്ഥലങ്ങളിൽ ഓടിയെത്തുകയും ഇരകൾക്കൊപ്പം നിൽക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അതിൻ്റെ കൂട്ടത്തിലാണ് സീതാറാം യെച്ചൂരിയെ പ്രതിയാക്കി കുറ്റപത്രത്തിൽ പേരുൾപ്പെടുത്തിയത്. ആ ഘട്ടത്തിലും കോൺഗ്രസിൻ്റെ ആരെയും എവിടെയും കണ്ടില്ല. എന്തുകൊണ്ടാണത്?